ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിലെ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. സംഭവം നടന്ന 30 ദിവസത്തിന് ശേഷമാണ് കുറ്റപത്രം നൽകുന്നത്. പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനിഷ എന്നിവരെയാണ് അയൽവാസിയായ ഋതു വീട്ടിൽ കയറി ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ജനുവരി 15-ാം തീയതിയാണ് ഋതു ജയൻ എന്ന കൊടും ക്രിമിനൽ ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. അയൽത്തർക്കമായിരുന്നു കാരണം. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് കുറ്റപത്രം അതിവേഗം സമർപ്പിക്കുന്നത്. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജിതിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിനായില്ല. ജിതിൻ സംസാരശേഷി വീണ്ടെടുക്കാത്തതായിരുന്നു പ്രതിസന്ധി. വളരെ ആർജവത്തോടെ വളരെ കൃത്യപരമായിട്ട് തന്നെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഏറ്റെടുത്തിട്ടുള്ള സമീപനം. ഏതായാലും ഏറ്റവും നല്ല ഒരു അതായത് അർഹമായ ശിക്ഷ തന്നെ ഈ കുറ്റവാളിക്ക് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് സമർപ്പിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നല്ലൊരു പ്രവർത്തനം നടത്തിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൂരകൃത്യം കണ്ട കുട്ടികളുടെ മൊഴി, CCTV ദൃശ്യങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ തുടങ്ങിയവ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റപത്രത്തിനൊപ്പം ആശുപത്രിയിൽ നിന്നുള്ള ജിതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കും. കേസിൽ ഋതു ജയൻ മാത്രമാണ് പ്രതി. മുനമ്പം DYSP S. ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത്. പറവൂർ മാജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കുറ്റപത്രം സമർപ്പിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.